അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കിച്ചണിൽ ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് ഓർഗനൈസേഴ്സ് ആണ്. ഈ ഓർഗനൈസേഴ്സ് നമുക്ക് നമ്മുടെ ജോലികൾ എളുപ്പമാക്കാനും അതുപോലെ എന്താ പറയുക സാധനങ്ങളൊക്കെ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കിട്ടാനൊക്കെ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ഓർഗനൈസറാണ് കേട്ടോ. ഇത് നമ്മുടെ കുറേ വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ ഈ ഓർഗനൈസർ ഞാൻ ആമസോണിലാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിൽ നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻ വെക്കാം. ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഇല്ലേ, അത് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം. പിന്നെ കുറച്ച് ബ്രഷുകൾ, ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് കേടായി കഴിഞ്ഞിട്ടുള്ള ബ്രഷുകൾ ഇതിലിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ ബ്രഷുകൾ ഇട്ട് കഴിഞ്ഞാൽ ചിലതിൻ്റെ ഒക്കെ ചിലപ്പോൾ സിങ്കിൻ്റെ സൈഡിൽ ക്ലീൻ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം. ഇത് ഞാൻ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടവലാണ് കേട്ടോ. ആ ടവൽ ഇവിടെ ഇട്ട് എനിക്കൊരു ഗുണമുള്ളത് ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാൻ ചിലപ്പോൾ മറന്നു പോകും, ഒന്ന് തുടയ്ക്കാനായിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പ്ലേറ്റ് കഴുകണേക്കാളും മുൻപ് ഇതിവിടെ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കും ഇത്. അതുകൊണ്ട് ഇതിവിടെ എടുക്കുന്നത് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നു. പിന്നെയുള്ളത് ഇത് സ്ക്രബ്ബർ, സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ, പിന്നെ അതുപോലെ തന്നെ ഇത് ഗ്രീൻ സ്ക്രബ്ബറും. അപ്പോൾ ഇത് യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സാധനവും ഒരുമിച്ച് ഒറ്റ സ്ഥലത്തിരുന്നോളും, വേറെ ഇങ്ങനെ ചവറ് പോലെ ഇങ്ങനെ കെടുക്കില്ല. അതൊരു ഗുണമുണ്ട്. പിന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ട്രേ ഉണ്ട് കണ്ടോ. ഈ ട്രേയുടെ അടിയിലേക്ക് ചിലപ്പോൾ വെള്ളം അങ്ങനെ വരും. അപ്പോൾ വെള്ളം നമുക്ക് കളയാനായിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടെ നമുക്ക് ഒഴിച്ച് കളയാം. ഇതിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങനെ ഒഴിച്ച് കളയാൻ പറ്റും. കണ്ടോ, ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഒരു കാര്യമുള്ളത്, നമുക്കിത് ഓരോ പാർട്സ് നമുക്ക് റിമൂവബിളാണ്. അപ്പോൾ അത് നമുക്ക് എടുത്ത് വാഷ് ചെയ്യാം. അപ്പോൾ കുഴപ്പമില്ല. ഇതും ഈ ഒരു ട്രേയും റിമൂവബിളാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഇടുന്ന് വാഷ് ചെയ്യാം. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ ഇതൊന്ന് വാഷ് ചെയ്യാറുണ്ട്, വാഷ് ചെയ്തിട്ട് വെക്കാറുണ്ട്. അപ്പോൾ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാരണം നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഒരു ഓർഗനൈസർ ഞാൻ കാണിക്കുന്നത്. ഈ ഒരു ഓർഗനൈസർ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടായിരിക്കും. ഇതൊരു സ്റ്റീലിൻ്റെ ഒരു റോഡാണ്, കുറേ ഹാങ്ങർ പോലെ ഉണ്ടാവും. ഇതിനകത്ത് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത് വലിയ കപ്പുകളാണ് കേട്ടോ. ശരിക്കും ഇതിനകത്ത് ഇടേണ്ടത് സെറാമിക്കിൻ്റെ ഒക്കെ കപ്പുകളില്ലേ, സെറാമിക്കിൻ്റെ കപ്പുകളൊക്കെയാണ് ഇട്ട് വെക്കേണ്ടത്. പക്ഷെ ഇതിനൊരു പ്രശ്നമുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് ബാലൻസ് ചെയ്ത് ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു പോകും. 1 2 4 6 സെറ്റ് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് തൂക്കിയിടാം. ആദ്യം ഞങ്ങൾ ഇതിൽ സെറാമിക്കിൻ്റെയാണ് ഇട്ടത്, പക്ഷേ അത് ഇവിടെ വീണ് അതിലത്തെ കുറച്ച് ഗ്ലാസ്സൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സെറാമിക്കിൻ്റെ പാത്രങ്ങൾ ഇതിനകത്ത് ഇടണില്ല. ഇപ്പോൾ സ്റ്റീലിൻ്റെയാണ് ഇടുന്നത്, സ്റ്റീൽ കപ്പുകൾ. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഓർഗനൈസറാണ് കേട്ടോ. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ 3 ഓർഗനൈസേഴ്സാണ്. ഇതെന്ന് പറയുന്നത് ഷുഗർ, ടീ, അതുപോലെ തന്നെ കോഫി. ഈ 3 എണ്ണമുള്ള ഓർഗനൈസേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ച് നാൾ മുൻപ്. ഞാനിത് സെറ്റ് ചെയ്യണ എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതും നല്ല യൂസ്ഫുള്ളാണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് ഷുഗറും അതുപോലെ ചായപ്പൊടി, ഇനി കാപ്പി, മറ്റേത് കാപ്പി നമ്മളിടയ്ക്ക് ഉണ്ടാക്കില്ല മടി കാരണം കൊണ്ട്, അതിൻ്റെ ബോക്സ് തപ്പി എടുക്കേണ്ടത്. ഇതിപ്പോൾ 3 ഇവിടെ ഇരിക്കണ കാരണം നമുക്ക് ഓപ്ഷനാണ്, ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ അത് വളരെ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഞങ്ങളുടെ വീട്ടിലത്തെ ഈ ഒരു നൈഫ് സ്റ്റാൻഡാണ്. ഇതിനകത്ത് കുറേ നൈഫ് കൊള്ളും. ഇത് റെഡിമെയ്ഡായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ഒരു മരത്തിൻ്റെ പോലത്തെ ഷെയ്ഡായിട്ട് അതിൽ തന്നെ നൈഫുകളൊക്കെ ആയിട്ടുള്ളത് അവൈലബിൾ ആണ്. ഇത് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ വീട്ടിലുള്ള നൈഫുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു നൈഫ് സ്റ്റാൻഡായിട്ട് തന്നെ വാങ്ങിച്ചതാണ്. അത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. കത്തികളൊക്കെ വാരി വലിച്ച് അവിടെ ഇവിടെയൊക്കെ ഇടാണ്ട് നമുക്ക് സൂക്ഷിക്കാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആവശ്യം വരുമ്പോൾ എവിടെയാണ് കത്തിയിരിക്കണേന്ന് എല്ലായിടത്തും പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. പിന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഞങ്ങളുടെ ഈ ഒരു മസാല ബോക്സാണ് കേട്ടോ. ഇത് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ ഒരു ബോക്സ് ഞങ്ങൾക്ക് കിട്ടിയത്, ഈ ഒരു ബോക്സ് പപ്പ ഗുജറാത്തിൽ പോയപ്പോൾ അവിടുത്തെ DMart നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് സാധാരണ ഷോപ്പിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ ഇതിലുള്ളത്, ഇതിന് മല്ലിപ്പൊടി തീർന്നു പോയി, മല്ലിപ്പൊടി കഴിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് പൊടികൾ ഇടാം. നമുക്ക് ഡെയിലി യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഡെയിലി യൂസ് ചെയ്യുന്ന മസാലകൾ, അതുപോലെ ഡിഫറെൻറ്റ് പൊടികൾ. ഉപ്പ് ഞാൻ ഇട്ട് വെച്ചിരുന്നു ഇതിൽ ആദ്യം, പക്ഷെ അങ്ങനെ ഉപ്പിട്ട് വെച്ചപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആവുണ്ടായിരുന്നു. ഈ പ്ലേറ്റ്, ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു പാത്രം കേടാവുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ ഉപ്പ് ഇതിലിടുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വേണ്ട, ഇത് കാശ്മീരി ചില്ലിയാണ്, സാധാരണ റെഡ് ചില്ലി,
ഇത് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി തീർന്നു, അതങ്ങനെ ഇരിക്കണേ. പിന്നെ കടുക്, നല്ല ജീരകം, പിന്നെ ഇത് മറ്റേ സ്പൈസസ് ഉണ്ടല്ലോ, ആ സ്പൈസസ് ആണ് കേട്ടോ ഇത്. ആദ്യം ഇട്ട് പൊട്ടിക്കാനായിട്ടുള്ള സ്പൈസസ്. ഇതിൻ്റെ അടിയിൽ ഞാനിങ്ങനെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് കണ്ടോ, ടിഷ്യൂ പേപ്പർ. ഈ ടിഷ്യൂ പേപ്പർ ഞാൻ ആദ്യം വെച്ചേർന്നില്ല. അപ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഈ പൊടികൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചൊക്കെ പൊടികൾ പോവും. അപ്പോൾ അത് താഴെ പോയി തുടയ്ക്കാൻ ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ടിഷ്യൂ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിഷ്യൂ പേപ്പർ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പത്തിൽ അത് ഈ ഒരു ട്രേ ക്ലീൻ ചെയ്യാം, നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് ഇപ്പോൾ ആഴ്ചയിലോ അല്ലെങ്കിൽ തീരണതിനനുസരിച്ച് നമ്മൾ റീഫിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറേ പാത്രങ്ങൾ തുറക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കേട്ടോ ഇത്. ഇനി എനിക്ക് നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ഓർഗനൈസർ എന്ന് പറയുന്നത് ഈ ഒരു ഗീ കണ്ടെയ്നറാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഈ കണ്ടെയ്നർ ഇരിക്കണേ. ഈ കണ്ടെയ്നർ ഒരു ഗ്ലാസ്സാണ്, ഇത് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് കണ്ടോ, ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഇത്. ഇതിൻ്റെ ഗീ നമുക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് നമ്മളിത് ഫുൾ തുറക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ മുകൾ ഭാഗം മാത്രം തുറന്നാൽ മതി. അപ്പോൾ അതിനകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെയാണിത്. അതുമാത്രം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ്, എഡിബിളാണ്, അപ്പോൾ കുഴപ്പമില്ലായിരിക്കും. അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഗീ എടുത്തിട്ട് നമുക്ക് ഒഴിക്കാം. 250 ml ഒക്കെ കൊള്ളും. അപ്പോൾ അങ്ങനെയുള്ളൊരു ബോട്ടിലാണിത് കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവിടെ ഇവിടെ സ്പില്ലായി പോവില്ല. ഇനി ഇവിടെയൊക്കെ ഇത്തിരി ആവുകയാണെങ്കിൽ തന്നെ നമുക്കതൊരു തോർത്തെടുത്തിട്ട് ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത് എടുത്തിട്ട് തുടച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ടിരിക്കും. ഇനി ഞാൻ ഇതുണ്ടല്ലോ ഈ പരിചയപ്പെടുത്തുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് വയ്ക്കുന്ന ഡിസ്പെൻസറാണ്. മിക്കവാറും വീട്ടുകളിലും ചിലപ്പോൾ ഉണ്ടാവും. ഇതിൻ്റെ യൂസ്ഫുൾനെസ് ആയ കാരണം കൊണ്ടാണ് ഞാൻ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം. ഈ ഒരു ഓയിൽ ഡിസ്പെൻസറിൻ്റെ ഗുണം എന്ന് പറയാൻ വെച്ചാൽ ഇതിൽ വളരെ ചെറുതായിട്ട് മാത്രമേ ഇങ്ങനെ ഓയിൽ പുറത്തേക്ക് വരുള്ളൂ. നമുക്ക് ആവശ്യമുള്ള ഓയിൽ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. പിന്നെ സ്റ്റീൽ കണ്ടെയ്നർ ആയതുകൊണ്ട് വേറെ തുരുമ്പ് പിടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. സ്റ്റിക്കറൊക്കെ കുറച്ച് കേടായി തുടങ്ങിയിട്ടുണ്ട്, അതല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ ചിലവർ പറയും ഇതിൻ്റെ അടിയിൽ സോക്സ് ഇട്ട് വെക്കുകയാണെങ്കിൽ ഓയിൽ ഒലിച്ചിറങ്ങുമ്പോൾ അത് അബ്സോർബ് ചെയ്യും, ക്ലീനായിട്ടിരിക്കുന്നു. പക്ഷേ ഇതിനങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല, തീരെ ഇങ്ങനെ പുറത്തേക്ക് ഒലിച്ചു വരില്ല, ഈ സൈഡിലേക്കൊന്നും ആവില്ല. അതുകൊണ്ട് ഇതിൻ്റെ ചുറ്റും എപ്പോഴും ക്ലീനായിട്ട് തന്നെ ഇരിക്കും. ഇതെല്ലാം കൂടി ഞാൻ വെച്ചിരിക്കുന്ന ഈ ഒരു ട്രേയും എൻ്റെ ഒരു ഓർഗനൈസറാണ്. ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് കൊള്ളും. ഇനിയും കുറച്ചുകൂടി ഐറ്റംസൊക്കെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇപ്പോൾ ഏറ്റവും നമുക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വേണ്ട ഐറ്റംസാണ് ചായ ഉണ്ടാക്കുന്ന സാധനങ്ങൾ, പിന്നെ മസാലകൾ, വെളിച്ചെണ്ണ, നെയ്യ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും കറിയൊക്കെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെയും ഈ ഒരു എൻ്റെ ഒരു കിച്ചൺ കോർണറിൽ കൊള്ളും. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പ്ലേറ്റ്സൊക്കെ ഓർഗനൈസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പാത്രങ്ങളിപ്പോൾ സിങ്കിൻ്റെ അവിടെ തന്നെ വെക്കാൻ പറ്റുന്ന ഒരു ബേസിനാണ് കേട്ടോ ഇത്. ഇതൊരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇതിനകത്ത് നമുക്ക് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം വരാനായിട്ട് ഇതിനകത്ത് വെക്കാം. അപ്പോൾ ഇതിനിങ്ങനെ കുറേ തട്ടുകളുണ്ട്. അപ്പോൾ ഇത് സാധനങ്ങൾ നമുക്ക് കുറേ പ്ലേറ്റ് വെക്കാൻ പറ്റും. പിന്നെ പാത്രങ്ങളും കഴുകിയിട്ട് വെക്കുകയാണെങ്കിൽ ഈ വെള്ളമൊക്കെ ഇതിലൂടെ ഇങ്ങനെ വാർന്നിട്ട് ഇതിൻ്റെ അടിയിലൊരു ഡ്രെയിൻ ഉണ്ട് കണ്ടോ, ഈ ഡ്രെയിനിൽ കൂടെ വെള്ളം പുറത്തേക്ക് പൊക്കോളും. അപ്പോൾ അല്ലെങ്കിൽ നമ്മളിതോടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം ഇരിക്കും, ഈർപ്പം തട്ടും, പിന്നെ അവിടെ പൂപ്പലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമില്ല. ഇതിൽ നമുക്ക് ഇതൊക്കെ ഇടാം, സ്പൂൺസ്, അങ്ങനത്തെ സാധനങ്ങളിടാം. കുറേ പാത്രങ്ങൾ ഇതിനകത്ത് കഴുകി വെക്കാൻ പറ്റും. ഇതും ഞങ്ങൾ ഒരിക്കൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്, കുറച്ച് കാലമായി. ഇത് വാങ്ങിച്ചപ്പോൾ ഞങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, കിട്ടിയപ്പോൾ കണ്ടു ഇതിന് സൈഡിൽ ഇത്തിരി ഞളങ്ങിയിട്ടാണ് കിട്ടിയത്. ഇത്തിരി ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളത് റിട്ടേൺ ചെയ്തില്ല. എന്താ വെച്ചാൽ ഇനി ചിലപ്പോൾ വീണ്ടും ഇങ്ങനത്തെ ഒക്കെ കിട്ടുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളത് റിട്ടേൺ ചെയ്തില്ല. അതല്ല, ഇതൊരു മാസത്തിലൊരിക്കലെങ്കിലൊക്കെ നമ്മൾ കഴുകേണ്ടി വരും, അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കുഞ്ഞു ചെളികളൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ക്ലീൻ ചെയ്തിട്ട് ക്ലീനായിട്ട് ഇരിക്കണേ. ചില സമയത്ത് അവിടെ കാണുമ്പോൾ ചെറിയ കറുപ്പ് കളറിൽ ഇങ്ങനെ ചെളി ഇരിക്കുന്ന കാണാം. ഇപ്പോൾ പ്രശ്നമില്ല. അപ്പോൾ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിയൊക്കെ നമ്മൾ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ വെള്ളം വാർന്ന് അത് ഫുൾ ഉണങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ വന്നിട്ട് റാക്കിൽ എടുത്ത് വെക്കുകയേ വേണ്ടു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെയുള്ള ഈ ഐറ്റംസൊക്കെ മാറ്റി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ അതായത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ കണ്ടോ കുറച്ച് വെള്ളമൊക്കെ ബാക്കിയുണ്ട്. പക്ഷെ നമുക്കത് എളുപ്പത്തിൽ തന്നെ ഡ്രെയിൻ ചെയ്ത് കളയാൻ പറ്റും കേട്ടോ. ഇങ്ങനെ വെള്ളം കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.